ഉസ്താദ് എവിടെ കൊണ്ടാണ് ഞാൻ കള്ളു കുടിക്കുന്നവനാണ് ഉസ്താദ്. ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്. ഇതൊക്കെ എവിടെ കൊണ്ട് കഴുകിക്കളയാറോ? പടച്ചവര് കള്ളു കുടിച്ചിട്ട് വീടിന്റെ അകത്ത് കടന്നു ചെന്നിട്ട് ഉമ്മയെ തല്ലുന്ന മക്കളുടെ കാലവോ. പെറ്റ ഉമ്മ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്ന ഉസ്താദ്, എന്റെ പൊന്നുമോൻ എന്നെ തല്ലുന്ന ഉസ്താദ്, അവന്റെ വാപ്പയവന് ചീത്ത വിളിക്കുന്നു. എന്റെ പൊന്നുമോനൊന്ന് നന്നാകാ ദുആ ചെയ്യുവോ, എന്റെ പൊന്നുമകനൊന്ന് നന്നാകാ ദുആ ചെയ്യുവോ. പടച്ചവനെ ഫേസ്ബുക്കില് കള്ളു കുടിക്കുന്നവർക്കെതിരെ വഅദ് പറഞ്ഞപ്പോ അതിന്റെ അടിയിൽ വന്ന കമന്റ്സുകളിൽ അല്ലാഹുവേ പല ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ടെഴുതുന്നത്, ഉസ്താദേ വാപ്പ വീട്ടിൽ വന്നിട്ട് ഉമ്മാനെ പിടിച്ച് തല്ലുന്നത് കണ്ടിട്ട് സഹിക്കാ കഴിയുന്നില്ല ഉസ്താദ്. അല്ലാഹുവേ കള്ളു കുടിക്കുന്നവനാ ഉസ്താദ്, നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നില്ല, ദുആ ചെയ്യണേ എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, കള്ളുകുടിയുമായി ബന്ധപ്പെട്ട ദുശീലങ്ങളൊക്കെ ഒഴിവാക്കണം ചെറുപ്പക്കാരാ. പടച്ചവരെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സലാസുതുൻ ലാ യദ്ഖുലൂനൽ ജന്ന. കള്ളു കുടിക്കുന്നവൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 3 വിഭാഗം സ്വർഗ്ഗത്തിൽ കിടക്കൂല, 3 വിഭാഗം സ്വർഗ്ഗത്തിൽ കിടക്കൂല. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുവോ? തന്റെ തൊണ്ടക്ക് കുടിക്ക് താഴ് കള്ളു കുടിക്കുന്നവനുണ്ടല്ലോ, ജീവിതത്തിലെ കള്ളു കുടിക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, കഞ്ചാവടിക്കുന്ന ചെറുപ്പക്കാരോ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരോ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരോ, മൻ ശരിബൽ ഖംറ നൂറുൽ ഈമാൻ, കള്ളു കുടിക്കുന്നവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവന് ഈമാനില്ലോ, അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുകയാണ്. 40 ദിവസം ദുആയിക്ക് ഇജാബത്തില്ല, അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ലോ. ആത്മാർത്ഥമായിട്ടുള്ള തൗബയല്ലോ 40 ദിവസം അവന്റെ ദുആഇന് ഇജാബത്തില്ല. പ്രവാചകൻ അവിടെന്ന് പറയുന്നു, മരിക്കാൻ കിടക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാൽ കള്ളുകുടിയാ നിന്റെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഖബറിന്റെ അകത്ത് പള്ളിയിൽ കൊണ്ടുപോയി നിന്നെ കുടിച്ചിട്ടിട്ട് എല്ലാവരും അവസാനം നിന്റെ തല പിടിച്ച് കിബിലയുടെ നേരെ തിരിച്ചു വെക്കുവല്ലോ, എന്നിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പിരിഞ്ഞു പോകുവല്ലോ. പോയി നോക്കടാ ചെറുപ്പക്കാരാ, കള്ളു കുടിച്ച് ചത്തുപോയവന്റെ ഖബർ മാന്തി നോക്ക്, അവന്റെ തല കിബിലയുടെ നേരെ കടക്കൂല, അവന്റെ തല കിബിലയ്ക്ക് എതിരാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എങ്ങനെയാ വരുന്നതെന്നറിയുവോ? കള്ളു കുടിച്ച് നടക്കുന്നവൻ നാളെ പരലോകത്ത് വരുന്നത് എങ്ങനെയാ? റസൂലുള്ളാഹി പറയുന്നു, സഹാബാ പേപ്പട്ടിയുടെ കോലത്തിലാ. പേ പിടിച്ച പട്ടിയുണ്ടല്ലോ, നാവിങ്ങനെ താഴ്ത്തി പിടിച്ചിട്ട് ഈള ഒലിപ്പിച്ചിട്ട് വരുന്നത് പോലെ കള്ളുകുടിയും നാളെ പരലോകത്ത് വരുമ്പോ നെഞ്ചിന്റെ ഭാഗം വരെ നാക്കിങ്ങനെ നീണ്ടു കിടക്കുകയാ. വല്ലാത്ത ദുർഗന്ധമാ, പുഴുത്ത് നാറുകയാ. പേപ്പട്ടിയെ തല്ലിക്കൊല്ലാൻ ഓടിക്കുന്നത് പോലെ സബാലിയത്തിന്റെ മലക്കുകൾ അവനെ കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗമില്ല, അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗമില്ല. കഞ്ചാവടിക്കുന്ന ചെറുപ്പക്കാരാ, സോളിൽ പിടിക്കുന്ന മക്കൾ വരെ മയക്കുമരുന്നിന്റെ അടിമകളാണ്. ചുണ്ടിന്റെ അടിയിലും നാവിന്റെ അടിയിലും മുറിവിനകത്തേക്ക് മയക്കുമരുന്ന് കയറ്റിവെക്കുന്ന യുവത്വേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് കിട്ടൂലടാ. അല്ലാഹ്
അള്ളാന്റെ സ്വർഗം നിനക്ക് കാണാനുള്ള യോഗ്യതയില്ലോ. നീ എവിടെയാണ് കിടക്കുന്നതെന്നറിയോ? നെഹ്റുൽ ഹിബാൽ, നരകത്തിന്റെ അടിത്തട്ടിൽ ഒരു നദിയുണ്ടടാ പൊന്നുമോര്. യാ റസൂലല്ലാഹ്, നെഹ്റുൽ ഹിബാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? സഹാബാ, നരകവാസികളുടെ ചലം ഒഴുകുന്ന നദിയാ. നരകവാസികളുടെ ചീഞ്ചലമുണ്ടല്ലോ, അത് ഒഴുകുന്ന നദിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് അല്ലാഹുവേ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹുവേ മൻ ശരിബൽ ഖംറ ഫലാ തുസവ്വജൂ, കള്ളുകുടിയന് നിന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കല്ലേ വാപ്പാ, നന്നാകൂല വാപ്പാ. ആയിഷ ബീബിയാണ് പറയുന്നത്, ആയിഷ ബീബിയാണ് പറയുന്നത്, മൻ ശരിബൽ ഖംറ ഫലാ തസവ്വജൂ, പോറ്റി വളർത്തിയ പൊന്നുമോള് കള്ളുകുടിയന്റെ കയ്യിൽ കൊടുക്കല്ലേ. വഇൻ മരിദാ ഫലാ തഊദൂ, ചാകാൻ കിടന്നാ തിരിഞ്ഞു നോക്കല്ലേ. കള്ള് കുടിച്ച് കിടക്കുന്നവന് അവൻ കിടക്കുമ്പോഴും കള്ളാണ് കുടിക്കുന്നത്, അവൻ തൗബ ചെയ്തിട്ടില്ലോ. അവൻ ചാകാൻ കിടക്കുമ്പോ, രോഗം പിടിച്ച് കിടക്കുമ്പോ അവൻ രോഗ സന്ദർശനം നടത്തല്ലേ. ഫലാ തുസല്ലി അലൈഹി, അവന്റെ മയ്യത്ത് നമസ്കരിക്കല്ലോ, അവന്റെ ജനാസയുടെ പുറകിൽ നടക്കല്ലോ, അവനെ മുസ്ലിമീങ്ങളെ അടക്കുന്നിടത്ത് അടുക്കല്ലേ, അവനോട് സലാം പറയല്ലേ, അവന് ഭക്ഷണം കൊടുക്കല്ലേ. കള്ളു കുടിക്കുന്നവനെ വീട്ടിൽ വിളിച്ചു കയറ്റിയിട്ട് വിളമ്പി കൊടുക്കുന്ന ചെറുപ്പക്കാരാ, റസൂലുള്ള പറയുകയാ, ഒരുള്ള ഭക്ഷണം കൊടുത്താ ഒരു നേരത്തെ ഭക്ഷണമല്ല, കള്ളു കുടിക്കുന്ന നിന്റെ കൂട്ടുകാരനെ വിഭാഗത്തിന്റെ തലേ ദിവസം വീട്ടിൽ വിളിച്ചെടുത്തിയിട്ട് ഭക്ഷണം കൊടുത്താ, നിന്നെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചോ, നിന്നെ പാല് തന്ന് പോറ്റി വളർത്തിയ നിന്റെ പെറ്റ തള്ളയുണ്ടല്ലോ, നിന്റെ പെറ്റുമ്മയുണ്ടല്ലോ, ആ ഉമ്മാനെ വ്യഭിചരിച്ചതിന് തുല്യവാടാ കള്ളുകുടിയനെ ഭക്ഷണം കൊടുക്കുന്നത്. അവന് പൈസ കൊടുക്കുന്നത് ഇസ്ലാമിനെ പൊളിക്കുന്നത് പോലെയാ, അവന് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ചെറുപ്പക്കാരാ, കള്ളുകുടിയന്റെ കൂടെ നടക്കല്ലേ, അവന്റെ കൂടെ ഇരിക്കല്ലേ, അവന്റെ കൂടെ കൂട്ടുകൂടല്ലേ. നടന്നാ നിന്നെ തിരിച്ചറിയുമടാ. കള്ളുകുടിയന്റെ കൂട്ടുകാരന് നാളെ പരലോകത്തെ തിരിച്ചറിയുന്നത് എങ്ങനെയെന്നറിയുവോ? ഇവിടത്തെ കബറിന്റെ അകത്ത് നിന്ന്, പള്ളിക്കാറ്റിൽ നിന്ന് കള്ളുകുടിയന്റെ കൂടെ നടന്നവന്മാരെ മുഴുവനും വരുന്നത് എങ്ങനെയെന്നറിയോ? അന്ധന്മാരെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സലാത്ത് പറയാനൊരു മടി. നബി മുഹമ്മദ് മുസ്തഫ ഉള്ളത് പറയുമ്പോ പറയാൻ ഇത്തിരി മടി, അങ്ങോട്ട് പെട്ടെന്ന് ദഹിക്കൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എത്ര കാര്യം പഠിച്ചു. കള്ളു കുടിക്കുന്നവന് മാത്രമേ നീ നിന്റെ മോളെ കെട്ടിച്ചു കൊടുക്കൂ. കാരണം എന്ത്? ഇന്നതൊരു ഫാഷനാ. കള്ളുടെ ഒരു 60 അടിക്കും, ആ സന്തോഷം വരുമ്പോ മാത്രം, കൂട്ടുകാരെ നിർബന്ധിക്കുമ്പോ മാത്രം. ഓ പാവല്ലല്ലേ. സ്വന്തം വാപ്പയെ തല്ലുന്ന മക്കളുടെ കാലം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പെണ്ണ് കെട്ടിച്ചു കൊടുക്കരുത്. അവന്റെ മയ്യത്ത് നിസ്കരിക്കും. പള്ളിയിലെ സെക്രട്ടറി കള്ളു കുടിക്കുന്നവനാ, മരിച്ച പിന്നെ പള്ളി കൊണ്ടൊന്നും നടക്കാതെ പിന്നെ എവിടെ നടക്കാനാ? പള്ളിയിലെ കമ്മിറ്റിക്കാരന്മാര് പോലും കള്ളു കുടിക്കുന്നവന്മാരാ. അവന്റെ മോ മരിച്ചുപോയി, പള്ളി കൊണ്ടുപോയി നടക്കിയില്ലെങ്കിൽ പിന്നെ എവിടെ നടക്കും? ഇവിടെ ബദർ നടക്കും. അപ്പൊ എന്താ ചെയ്യാ? പുഴുത്തു നാറും വീട്ടിൽ കിടന്നിട്ട് എന്ത് ചെയ്യണമല്ല? പറയാനുള്ളത് പറ നബിയെ, പറയാനുള്ളത് പറ. കേൾക്കാതിരിക്കുന്ന അവന്റെ ഇഷ്ടം. ചത്ത കൊണ്ടുവന്ന് കുഴിച്ചിട്ടേരാ, ഞാൻ നോക്കിക്കൊള്ളാം. അള്ളാഹ് നോക്കിക്കോളും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളാരും കള്ളു കുടിക്കുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കള്ളുകുടിയന്റെ കൂടെ നടക്കുന്നവരാ നിങ്ങളിൽ പലരും. കള്ളുകുടിയന് ഭക്ഷണം കൊടുക്കുന്നവരാ നിങ്ങൾ. ഭക്ഷണം ഒരു നേരത്തെ അല്ല, ഒരുള്ള ഭക്ഷണം കൊടുത്താൽ നിന്റെ ഉമ്മാനെ നിനക്ക് ഓർമ്മ വരണം. വ്യഭിചരിച്ചതിന് തുല്യവാ. അവനെ നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടുന്ന് പറയുന്നു, കള്ളിൽ ശിഫയില്ല, ഒരു മരുന്നിനും ശിഫ കള്ളിലില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് കുടിച്ചവർ, ഉപ്പാനെ തല്ലുന്ന മക്കൾ, വാപ്പയെ ചീത്ത പിടിക്കുന്ന മക്കൾ, 4 മൃഗങ്ങളുടെ സ്വഭാവം കള്ളുകുടിയനുണ്ടെന്ന കണ്ടിട്ടില്ലേ? കള്ളു കുടിക്കുന്നവന്മാരിങ്ങനെ ആടാറുണ്ട്. എന്തുകൊണ്ടാണ് ആടുന്നത്?
എന്തുകൊണ്ടാടുന്നേ? കള്ളു കുടിക്കുന്നവന്റെ കാലുറയ്ക്കാറില്ല. അവന് 4 മൃഗത്തിന്റെ സ്വഭാവം ഉണ്ടാകും. തഴവ് ഉസ്താദിന്റെ ബൈത്തെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ആദം നബി അലൈഹിസ്സലാം ഒരു മുന്തിരിയുടെ തൈ ലോകത്താദ്യമായിട്ട് നട്ടു. നടുന്ന സമയത്ത് ഇബ്ലീസ് ഒരു മയിലിനെ അറുത്തിട്ട് അതിന്റെ രക്തം കൊണ്ടുവന്നൊഴിച്ചു. രണ്ടാമത് കൊരങ്ങന്റെ രക്തം കൊണ്ടൊഴിച്ചു. മൂന്നാമത് സിംഹത്തിന്റെ രക്തം കൊണ്ടൊഴിച്ചു. 4ാമത് പന്നിയുടെ രക്തം കൊണ്ടൊഴിച്ചു. ഈ 4 ജീവിയുടെ സ്വഭാവം കള്ളുകുടിയുണ്ട്. മയിലിന്റെ സ്വഭാവം ആട്ടം. മയിലാടുന്നത് പോലെ കള്ളു കുടിച്ചവൻ നിന്ന് ആടാറുണ്ട്. അത് മയിലിന്റെ രക്തം ഒഴിച്ചത് കൊണ്ടാ. ചാട്ടം, കാലുറക്കത്തിലെ ചാടിച്ചാടിയാ നടക്കണേ. അത് കൊരങ്ങൻ ഇങ്ങനെ ഒരു മരക്കൊമ്പിന്ന് അടുത്ത മരക്കൊമ്പി ചാടുന്നത് പോലെ. ധൈര്യം, എവനെ കൊല്ലാൻ പറഞ്ഞാലും കൊല്ലും. സിംഹത്തിന്റെ ധൈര്യം. പന്നി ഏത് കാറ്റത്തിലും കിടക്കും, കുടിയൻ ഏത് ഓടയിലും കിടക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ പാപം ചെയ്തവരാ, കള്ളു കുടിച്ചവരുണ്ടാകാം. അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, കള്ളുകുടി 10 വിഭാഗം ആൾക്കാർ കള്ളു കുടിച്ചില്ലെങ്കിലും കള്ളു കുടിക്കന്റെ ലിസ്റ്റിലാ. ആരാ 10 വിഭാഗം ആൾക്കാർ? എന്റെ പ്രിയമുള്ളവരെ, കള്ളു കുടിക്കാൻ സ്ഥലം കൊടുത്തവൻ. ഹോട്ടലുണ്ട്, നല്ല ഹോട്ടലാ, ബിസ്മില്ലാ ഹോട്ടല് എന്നാ ഒരു സൈഡിൽ വരുന്നവന് 50 അടിക്കാനുള്ള സൗകര്യം, കടയുടെ ഒരു സൈഡ് ഇല്ലേ? ബിസ്മില്ലാ ഹോട്ടലിനകത്ത് കയറിയ. അങ്ങനെ ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ സ്വാഭാവികമായിട്ടൊരു പേര് പറഞ്ഞതേ ഉള്ളൂ. നല്ല പേരിട്ടിട്ട് അതിനകത്ത് സൗകര്യം. നിന്റെ വീട്ടിലിരുത്തി അടിക്കാൻ. കല്യാണത്തിന്റെ തലേ ദിവസം പാർട്ടി, കള്ളു കുടിക്കാൻ, ബിയർ കുടിച്ചോ അല്ലേ? കടയിൽ കച്ചവടം നടത്തുന്നവൻ ഒരു 2 സോഡയും ഇത്തിരി മിച്ചറും 2 ഗ്ലാസും. സംസം വെള്ളം കുടിക്കാനല്ല, കള്ളു കുടിക്കാനാന്നറിയാം, കൊടുക്കുന്നു ഇല്ലേ? അളിയ, ബീവറേജിന്റെ മുന്നിൽ ഒന്ന് വിട്ടേക്ക്. കയറി, അല്ലാഹു കയറിക്കോ, സ്വർഗത്തിലല്ലേ കയറി, കയറ്റിക്കൊണ്ട് വിട്. നീയും കള്ളു കുടിക്കന്റെ ലിസ്റ്റിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, ഇതുപോലെയുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തവരാ. വ്യഭിചരിച്ചവരുണ്ട്, പലിശ തിന്നവരുണ്ട്. അല്ലാഹുവേ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ എവിടെ കൊണ്ട് കഴുകിക്കളയാനാന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ, രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ടൊന്ന് കരയണം. അള്ളാന്റെ മുന്നിൽ കൈനീട്ടിയിട്ട് 1-ാം ആകാശത്തിൽ വന്നിരുന്നിട്ട് അല്ല ഭൂമി നോക്കിയിട്ട് പറയാ, ആരാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ പുറത്തു കൊടുക്കാം. എന്താ വേണ്ടത് എന്നോട് ചോദിക്ക്, ഞാൻ തരാമെന്ന് പറഞ്ഞ് 1-ാം ആകാശത്തിൽ അല്ലാഹു വന്നിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ജീവിതത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ല. കാരണം നമ്മളാരും മലക്കുകളല്ല, മനുഷ്യന്മാരാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റബീഉൽ അവ്വലിന്റെ രാത്രിയാട് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും മഴത്തുള്ളി പെയ്തിറങ്ങുന്ന സദസ്സിലിരുന്നു കൊണ്ട് ഓരോന്നായിട്ട് നീ എണ്ണി എണ്ണി പറയണം. എങ്ങനെ പറയണമെന്നറിയോ? പൊറുക്കണ്ട പാപമോ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. പടച്ചവനെ, പെട്ടുപോയതാ തമ്പുരാന്. സാഹചര്യവും ശൈത്താനും എല്ലാം എന്നെ കൊണ്ട് നശിപ്പിച്ചതാണ്, എന്നെ പിഴപ്പിച്ചതാണ്. അല്ലാഹുവേ, നീ എല്ലാം കാണുമെന്ന് എനിക്കറിയാ തമ്പുരാന്. എന്നിട്ടും ചെയ്തത് ധിക്കാരമല്ല. നീ കണ്ടാൽ എനിക്കൊന്നുമില്ല എന്ന് കരുതിയിട്ടല്ല. പെട്ടുപോയതാ തമ്പുരാന്. പൊറുക്കുന്നവൻ നീ അല്ലാതെ ആരാ? അല്ലാ, നീ ഗഫൂറല്ലേ അല്ലാ, നീ റഹീമല്ലേ അല്ലാ, നീ കരുണാനല്ലേ അല്ലാ. പടച്ചവനെ, എന്റെ പാപം പൊറുക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം ചെറുപ്പക്കാരോ. അതുകൊണ്ട് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന്, നീ രാവിലെ പള്ളിയിൽ പോയാ എല്ലാവരും കാണും. സുബഹിയും ളുഹറും അസ്റും മഗ്രിബും ഇശായൊക്കെ നമസ്കരിക്കാൻ പള്ളിയിൽ പോയാ 4 പേര് കാണും. തഹജ്ജുദ് നിസ്കരിച്ചാ കൂടെ കിടക്കുന്നവൾ അറിയൂല, സ്വന്തം മക്കൾ അറിയൂല. അങ്ങനെ ആരും അറിയാത്ത സമയത്ത് നിസ്കരിച്ച നിന്നെ അല്ലാഹു ബഹുമാനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
എല്ലാവരും അറിയും. ആരും അറിയാതെ നിന്റെ കൂരയ്ക്കകത്ത് നീ നിസ്കരിച്ച നിന്നെ പരലോകത്ത് എല്ലാവരും തിരിച്ചറിയും. എങ്ങനെയാ തിരിച്ചറിയുന്നത്? എല്ലാവരും തലതാഴ്ത്തി നടക്കുന്ന ദിവസം രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുമെന്നാണ്. നാളെ പടച്ചറപ്പിന്റെ കോടതിയില് രണ്ട് വിഭാഗം തല ഉയർത്തിയിട്ട് നടന്നു പോകും. ആ രണ്ട് വിഭാഗത്തിലെ ഒരു വിഭാഗം ആരെന്നറിയോ? രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന വാപ്പാ, തഹജ്ജുദ് മുടക്കാത്ത പെങ്ങള്, നാളെ പരലോകത്ത് ചെല്ലുമ്പോ, അള്ളാന്റെ കോടതിയിൽ ചെല്ലുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാതിരാത്രി എഴുന്നേറ്റ് അള്ളാനെ ഓർത്തെങ്കില് പരലോകത്ത് ചെല്ലുമ്പോ അള്ളാനെ നിന്നെ ഓർക്കും ചെറുപ്പക്കാരാ. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, സുമ്മ യഊദു ഫയുനാദിൽ മുനാദി അയ്യുല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗം ഇവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തഹജ്ജുദ് നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു തഹജ്ജുദ് നിസ്കാരം നിലനിർത്താൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പകല് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ രാത്രി നിസ്കരിക്കണമെങ്കിൽ നീ വിചാരിച്ചാ പോരാ, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഇഷ്ടപ്പെട്ടവരിൽ എന്നെങ്കിൽ നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. രണ്ട് നിർത്താറായോ? നിർത്താറായോ? പെട്ടെന്ന് പറ, നിർത്താറായോ? കാരണം വയത് കേൾക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമസ്കരിക്കുന്ന സമയത്ത് ഉസ്താദന്മാര് ചെറിയ സൂറത്ത് ഓതിയിട്ടാണ് നിസ്കരിക്കണേ. ഉസ്താദിന് വലുത് അറിയാത്തത് കൊണ്ടല്ല കേട്ടാ. ഉസ്താദന്മാർക്ക് വലിയ സൂറത്ത് ഓതാൻ അറിയാഞ്ഞിട്ടല്ല വല്ലുഹായും കുലുഹല്ലായും ഓതുന്നേ. അവർക്ക് വലിയ സൂറത്ത് അറിയാം. ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കണം. കാരണം ഉസ്താദിന്റെ പുറകിൽ രോഗമുള്ളവർ നിൽക്കുന്നുണ്ട്, പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, യാത്രക്കാര് നിസ്കരിച്ചിട്ട് പോകാന്ന് പറഞ്ഞ് ചാടിക്കേറി നിൽക്കുന്നതാ. ആ സമയത്ത് ഉസ്താദ് ബക്കറ ഓതിയ പുറകിൽ നിൽക്കുന്നവൻ പറഞ്ഞാല് മുടിയാനൊന്നും നിർത്തുന്നില്ലല്ലോ, പ്രാവത്തേ ഉള്ളൂ. പുറകെ നിൽക്കുന്നതും പ്രാകും, അല്ലാഹുവേ ഒന്ന് കേറിയിട്ട് പോകാൻ നിങ്ങാരെന്തുപാടാ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കണം. നിസ്കരിക്കുന്ന സമയത്ത് പോലും ആ പരിഗണനയുണ്ടെങ്കിൽ വയത് കേൾക്കാൻ വരുന്നവരെ ഇരുതി ബുദ്ധിമുട്ടിക്കുന്നത് പാടില്ലല്ലോ. അതുകൊണ്ടാ നിർത്തണോ പറയണോ? എനിക്ക് ഒരെണ്ണം കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇരുന്നാ പറയാം, ഇല്ലെങ്കിൽ ദ്വാ ചെയ്യാം. എന്ത് വേണം? വേണമെന്ന് ആഗ്രഹമുള്ളവരുന്ന കൈവക്കിക്ക്. പൈസ ചോദിക്കുമ്പോഴും ഇഷാറ് കാണിക്കണം കേട്ടാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു اللهم صل على محمد. അള്ളാഹു സ്വീകരിക്കുമാറ. പ്രാണികളെ കാണുമ്പോൾ വലിയ പേടിയാ. 2 ദിവസം മുമ്പ് എനിക്ക് കോഴിക്കോട് തിരൂര് കടപ്പുറത്ത് വയലുണ്ടായിരുന്നു. വയല് നല്ല വയലായിരുന്നു. വയലൊക്കെ അവസാനം പിരിവിന്റെ സമയമായി. നല്ല പിരിവ് നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം 10-70 പവൻ സ്വർണമായി. 100 തികയ്ക്കാനുള്ള വാശിയായിരുന്നു. 100 പവൻ തികയ്ക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. 70-75 ആയി. ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു പ്രാണി വന്നിട്ട് ചെവിക്കകത്ത് കയറിപ്പോയി. സുബ്ഹാനല്ലാഹ്. ചെവിക്കാത്തൊരു പ്രാണി അങ്ങോട്ട് കയറി. പിന്നെ പറയേണ്ടതില്ല, എന്തൊക്കെ ചെയ്തിട്ട് ഇറങ്ങിപ്പോണില്ല. വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചു നോക്കി, ഒരു രക്ഷയില്ല. അവസാനം ആംബുലൻസിൽ കയറ്റി നേരെ ആശുപത്രിയിലാണ് പോയത്. അവിടെ പോയപ്പോൾ ഡോക്ടർമാർ ആവുന്ന പണി 58 നോക്കി, ഇറങ്ങി വരണില്ല. പടച്ചോനെ, എൻ്റെ ചെവി വേദനയും കൂടെ ഉണ്ട്. പ്രാണിയെ കാണുമ്പോൾ ആ പേടിയാ. അപ്പോഴാ ആലോചിച്ചത്, പണ്ടൊരുത്തൻ്റെ ചെവിയിലൊരു പ്രാണി കയറി അവസാനം അവൻ തല പൊട്ടിച്ച് ആവണ്ട വന്നു. എൻ്റെ ഖുർആനിലൊക്കെ ഒരു ചരിത്രമുണ്ട്. കാറൂവിൻ്റെ ആര്യ, അമാൻ്റെ ആര്യ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴും ഒരു ചെറുപ്പക്കാരൻ, ഞാനവിടെ ഇങ്ങനെ വയത് പറഞ്ഞപ്പോൾ അപ്പോൾ ചെറുപ്പക്കാർക്ക് കാഞ്ഞ ബുദ്ധിയാണ്. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മുതലാക്കുന്നവന്മാരാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പഴയ പോലെ ഇറച്ചിക്കോഴി നടക്കണ പോലെയല്ല, ഭയങ്കര ബുദ്ധിയാണ്. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇപ്പം നബിദിനൊക്കെ കടന്നു വരുമ്പോൾ ഇപ്പം ഇറങ്ങും, മൗലിദുണ്ടോ, നബിദിനം ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, ഇല്ല. ആവശ്യമില്ലാത്ത ചില ചർച്ചകൾ. നിനക്ക് വേണമെങ്കിൽ നീ ഓതടാ, ഇല്ലെങ്കിൽ മിണ്ടാനടാ. അതല്ലേ ഏറ്റവും നല്ലത്.
നിനക്ക് വേണമെങ്കിൽ നീ ഓതി, ഇല്ലെങ്കിൽ നടാ, ഇല്ലെങ്കിൽ നിന്നെക്കൊണ്ട് സ്വന്തമായിട്ടൊരു മൗലിദ് എഴുതാൻ പറ്റും, എഴുതി വെച്ച് വായിരി, കുഴപ്പമൊന്നുമില്ല, മിണ്ടാതെ അടക്ക്, അതാ നല്ലത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഈ വയത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയിൽ നിന്നാണ് ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചത്. ഇല്ലേ ഇല്ലേ മനുഷ്യന്മാരെ? അല്ലേ? ചിലപ്പോ എല്ലാവരുടെയും ഭാര്യമാരെ അവരുടെ വാരിയിൽ, ഭർത്താവിന്റെ ആണിന്റെ വാരിയിൽ നിന്നാ പെണ്ണിനെ സൃഷ്ടിച്ചത് എന്നിങ്ങനെ ഒരു പറച്ചിലുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ റൂമി വന്നിട്ട് ചോദിച്ചു, ഉസ്താദെ, ആദൻ എല്ലാ ഭാര്യമാരെയും ഭർത്താവിന്റെ വാരിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അങ്ങനെയാണെങ്കിൽ ഈ 2 പെണ്ണ് കെട്ടുന്നവനെ ഏത് വാരിയിൽ നിന്നാ? 2 പെണ്ണ് കെട്ടുമല്ലോ, ചിലര് 3 എണ്ണൊക്കെ കെട്ടും, ചിലര് പിന്നെ പഞ്ചായത്ത് പോലെ ഓടി നടക്കാം. അപ്പൊ എങ്ങനെ എല്ലാം ഒടിച്ചൊടിച്ചാണ് പണിതേക? അവന്റെ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ ഉത്തരം കിട്ടിയില്ല, ഇന്നും കിട്ടിയിട്ടില്ല അതിന് ഉത്തരം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ ഉത്തരം? അവനവന്റെ ഭാര്യയിൽ നിന്നാണ് ഭാര്യയെ സൃഷ്ടിച്ചതെങ്കിൽ 2 എണ്ണം കെട്ടുന്നവന്റെ അവസ്ഥ എന്താ? ഇങ്ങനെ 50-50 ആണോന്ന് അവൻ ചോദിച്ചേ. കാഞ്ഞ ബുദ്ധിയ എന്നത്തെ ചെറുപ്പക്കാർക്ക് അള്ളാഹു കാക്കുമാറാകട്ടെ. അതിന്റെ ഉത്തരം എന്താന്ന് ഇതുവരെ കിട്ടിയില്ല. ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കണമെന്ന് നടക്കാം. ഇന്നും കിട്ടിയിട്ടില്ല. അന്ന് അവന്റെ അടുത്ത് ഉത്തരം മുട്ടിയപ്പോൾ പോടാന്ന് പറഞ്ഞ് ഓടിച്ചു. എങ്കിൽ അതെങ്ങനെ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ വലിയ വലിയ ഐഡിയ പഠിച്ചവന്മാരാ. എല്ലാത്തിനും നന്മയ്ക്കൊന്നും ബുദ്ധി വർക്ക് ചെയ്യൂല, ആവശ്യമില്ലാത്ത കുരുട്ട് കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര വർക്കുവാ. അള്ളാഹു നമ്മുടെ ഉമ്മത്ത്, നമ്മുടെ ചെറുപ്പക്കാർക്ക് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് 3 ഞാൻ പെട്ടെന്ന് പറയാം. നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 3ാമത്തെ വിഭാഗം, ഈ സദസ്സിലിരിക്കുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു അടുത്തേക്ക് വിളിക്കും. ഈ സദസ്സിലിരിക്കുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു അടുത്തേക്ക് വിളിച്ചിട്ട് നിരത്തിങ്ങനെ നിർത്തും. വിവിഐപികളാവർ, അവർക്ക് പ്രത്യേക പരിഗണനയാണ്. അള്ളാഹു അവരെ അടുത്തേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ നിരത്തി നിർത്തും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവിടുന്ന് പ്രവാചകൻ പറഞ്ഞു, അവരെ ഇങ്ങനെ അള്ളാഹു ബഹുമാനത്തോടു കൂടി അടുത്തു വിളിച്ചു നിർത്തും. അവര് നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. ആരാ നബിയെ, ആരാ നബിയെ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു അവർക്കൊരു പരീക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് അള്ളാഹു മാരക രോഗം ക്യാൻസർ കൊടുത്തു. അവൻ പറയും അൽഹംദുലില്ലാ. മക്കള് മരിച്ചു, അൽഹംദുലില്ലാ. കച്ചവടം കടത്തി നഷ്ടത്തിലായി, അൽഹംദുലില്ലാ. പണം നഷ്ടപ്പെട്ടു, അൽഹംദുലില്ലാ. അവൻ എന്തു വിപത്ത് കൊടുത്താലും അവൻ ആദ്യം അൽഹംദുലില്ലാ എന്ന് പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഈ സദസ്സിൽ വെച്ചൊന്ന് തലകറങ്ങി വീണു. എടുത്തുകൊണ്ട് ഇവിടെ പോയി കരുനാഗപ്പള്ളി കൊണ്ടുപോയി. അവസാനം രക്തം ടെസ്റ്റ് ചെയ്തു, ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തു, കംപ്ലൈന്റ് ഉണ്ട്. നേരെ തിരുവനന്തപുരം RCCയിലേക്ക് വിട്ടു. അവിടെ ചെന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഡോക്ടർ വന്നിട്ട് പറയുക ക്യാൻസർ ഉണ്ട്. ആ സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം മകൻ മരിച്ചുപോയി, ആരാ അൽഹംദുലില്ലാ പറയാ? ലക്ഷങ്ങളുടെ കടം വന്നു, ആരാ അൽഹംദുലില്ലാ പറയാ? ആരാ പറയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയവൻ റിസൾട്ട് നോക്കുമ്പോൾ തോറ്റുപോയി, ആരാ അൽഹംദുലില്ലാ പറയാ? ജോലി നഷ്ടപ്പെട്ടു, കല്യാണം മുടങ്ങി, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറഞ്ഞ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ക്ഷമിക്കും, ക്ഷമിക്കും. നട്ടലൊടിഞ്ഞിട്ട് കിടക്ക, കുറ്റം പറഞ്ഞൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. ഡോക്ടർമാരെല്ലാം കൈയൊടിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? എന്തായാലും അള്ളാന്റെ തീരുമാനം, ക്ഷമിക്കാം, അതിൽ കാര്യമില്ല. അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മക്കളുടെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ കയറി ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കും, വാപ്പ എന്താ പറഞ്ഞേന്ന്? സ്വന്തം മകൻ മരിച്ചുപോയി, അവന്റെ റൂഹ് പിടിച്ചിട്ട് പോകുന്ന മലക്കുകളോട് ചോദിക്കും, എന്റെ അടിമ എന്തു പറഞ്ഞു? അള്ളാഹുവേ അൽഹംദുലില്ലാ. പടച്ചവൻ അവൻ അൽഹംദുലില്ലാ പറഞ്ഞു. റബ്ബേ, സ്വന്തം മകന്റെ മയ്യത്ത്, സ്വന്തം മകൻ മരിച്ചപ്പോഴും അവൻ പറഞ്ഞത് അൽഹംദുലില്ലാ, നിന്നെ സ്തുതിച്ചല്ല. അള്ളാഹു പറയും, സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണി, എന്നിട്ട് അതിന്റെ മുകളിൽ പേരെഴുതി വെക്കണം ബൈത്തുൽ ഹംദ്, അതെന്റെ അടിമയ്ക്കുള്ള വീടാണെന്ന് അള്ളാഹു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തരുമ്പോ ആദ്യം നാവ് കൊണ്ട് അൽഹംദുലില്ലാ പറയുന്നവൻ നാളെ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഒരൽഹംദുലില്ലാ പറഞ്ഞേ. ഓ, ഇങ്ങനല്ല, മനസ്സറിഞ്ഞിട്ട് പറ, രക്ഷപ്പെട്ടു പോകും. നല്ലതുപോലെ
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹു പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ, പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊടുക്കുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുള്ളവരുണ്ട്, ദുഃഖമുള്ളവരുണ്ട്, കടമുള്ളവരുണ്ട്, കച്ചവടം നഷ്ടത്തിലായവരുണ്ട്, രോഗം പിടിച്ചവരുണ്ട്. പ്രയാസമില്ലാത്ത ഒരു മനുഷ്യനുമില്ല, ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ഒരു മനുഷ്യനുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, മടിക്കണ്ട, കുറ്റപ്പെടുത്തണ്ട, പരാതി പറയണ്ട, അല്ലാഹുവിനെ സ്തുതിക്കാൻ മറക്കല്ലേ. ഇല്ലാ യലമൽ ജസാ മഅ യലമൽ ഫലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഏതു പ്രയാസമുണ്ടെങ്കിലും, എത്ര വലിയ രോഗമുണ്ടെങ്കിലും, ദുഃഖമാണെങ്കിലും, താങ്ങാൻ കഴിയാത്ത വേദനയാണെങ്കിലും, അല്ലാഹുവിനെ സ്തുതിക്കാൻ ഒരു മനസ്സ് വേണോ? അല്ലാഹുവിനെ സ്തുതിക്കാൻ ഒരു മനസ്സ് വേണോ? ഇല്ലാ യലമൽ ജസാ മഅ യലമൽ ഫലാ. ഈ ഹദീസ് ഹൃദയത്തിന്റെ അകത്ത് എഴുതി വെച്ചാ മതി. കോടികളുടെ നഷ്ടമുണ്ടായാൽ നീ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തൂല, നീ പറയും അൽഹംദുലില്ലാഹ്. ക്യാൻസർ വന്നാലും അൽഹംദുലില്ലാഹ്, ജോലി നഷ്ടപ്പെട്ടാലും അൽഹംദുലില്ലാഹ്, കടം വന്നാലും അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത എത്ര വലിയ പ്രയാസമുണ്ടായാലും അൽഹംദുലില്ലാഹ്. അതിന്റെ കാരണം എന്തെന്നറിയോ? വാപ്പാ, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, ഒരു കയറ്റം കഴിഞ്ഞാ ഒരിറക്കമുണ്ട്. അല്ലാഹു നിനക്ക് പരീക്ഷണം തന്നിരിക്കുന്നത് നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ദുഃഖവും ദുരിതവുമില്ലാത്ത ആരുമില്ല, ദുഃഖവും ദുരിതവുമില്ലാത്ത ആരുമില്ല. അൽഹംദുലില്ലാഹ് പറ. അത് പറയാൻ തോന്നണമെങ്കിൽ റസൂലുള്ള പറഞ്ഞു, ഒരു ദുഃഖം കഴിഞ്ഞാ ഒരു സന്തോഷമുണ്ട്, ഒരു കയറ്റം കഴിഞ്ഞാ ഒരിറക്കമുണ്ട്. അല്ലാഹു നിനക്ക് ദുഃഖം തന്നിരിക്കുന്നത് നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഇപ്പം നിനക്ക് ഈ പ്രയാസം തന്നിരിക്കുന്നത് എന്തിനാ? നിനക്കൊരു നല്ല കാലം വരാൻ പോകുന്നു, അതിന്റെ അടയാളവാ. ഇനി ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഉറക്കം എന്താ പറഞ്ഞു? നിനക്ക് എന്തോ വരാൻ പോകുന്നു, ഒരു നല്ലത്. എടാ കടം വന്നാ പോട്ടെ, കച്ചവടം തകർന്നാ പോട്ടെ, അടുത്തത് അല്ല തരും, അല്ല തരും. നിനക്ക് പോയാ പോട്ടെ. എന്തിന്റെയും പുറകിൽ, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞിട്ട് പറ. ഞാൻ പ്രതിഫലം പറഞ്ഞുതരാം. ഒരു അൽഹംദുലില്ലാഹ് പറ. അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹു ഒരു പ്രയാസം തരുമ്പോ, ഒരു ദുഃഖം തരുമ്പോ, എന്ത് വേദന അല്ലാഹു തരുമ്പോ, മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകൻ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും മക്കളിൽ ഏറ്റവും ചെറിയ മകൻ, ആ ചരിത്രം കേൾക്കു നോക്കണം. വല്ലാത്ത പരീക്ഷണം കൊടുത്ത ഒരു സഹാബിയ ഉർവ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ളവരെ, കാലിന്റെ വിരല് പഴുത്തു. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ വിരല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ പഴുപ്പ് മുകളിൽ കയറും. ഉർവ തങ്ങൾ സമ്മതിച്ചില്ല. കാല് മുഴുവനും പഴുപ്പായി, കാൽപ്പത്തി മുഴുവനും പഴുപ്പായി. തങ്ങളെ അവിടെ വെച്ച് മുറിച്ചില്ലെങ്കിൽ മുകളിലോട്ട് കയറും, കുഴപ്പമില്ല. അവസാനം പഴുപ്പ് മുകളിലേക്ക് കയറുമ്പോ വൈദ്യന്മാര് പറഞ്ഞു, ഉർവ റളിയല്ലാഹു തആല അൻഹുവിനോട് കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിലും മുകളിലേക്ക് കയറും, പിന്നെ അരവെച്ച് മുറിക്കേണ്ടി വരും. അവസാനം വൈദ്യന്മാര് പറയുമ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചു. വൈദ്യന്മാര് മുഴുവനും കാല് മുറിക്കാൻ വരുമ്പോ ഒരു ഗ്ലാസ് കള്ളുവായിട്ടാ വരുന്ന ഉർവ തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, കള്ളാണ് തങ്ങളെ കുടിക്കണം. എന്തിനാ? കാല് മുറിക്കുന്ന സമയത്ത് വേദന അറിയാതിരിക്കാൻ. കാല് മുറിക്കുന്ന സമയത്ത് വേദന അറിയാതിരിക്കാൻ. അന്നും മയക്കുമരുന്നൊന്നും ഇല്ലല്ലോ, അന്നൊന്നും മയക്കലൊന്നും ഇല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കള്ളു കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാം, നിസ്കരിക്കുമ്പോ മുറിച്ചോളാൻ പറ്റുമെങ്കിൽ. അതാ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ഉളുവെടുത്തിട്ട് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മുറിച്ചു മാറ്റിക്കോ. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കാൻ കൈകെട്ടി അവിടുന്ന് ഫാത്തിഹ ഓതി സൂറത്ത് ഓതാൻ തുടങ്ങി. വൈദ്യന്മാര് പടച്ചവനെ നമസ്കാരത്തിൽ മുഴുകിയെന്ന് മനസ്സിലായപ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് വെട്ടിമുറിച്ചു. വാപ്പ അറിഞ്ഞില്ല. നമസ്കാരത്തിൽ അവിടുന്ന് വെട്ടിമുറിച്ചു. അവസാനം കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാ. അന്ന് രക്തം നിൽക്കുന്നതിന് വേണ്ടി അവർ ചെയ്തിരുന്നത്, സൈത്തെണ്ണ തിളപ്പിച്ചിട്ട് മുക്കും കാല്.
റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിലേക്ക് തിളച്ച എണ്ണയെടുത്ത് ഇങ്ങനെ മുക്കുമ്പോ ബോധം കെട്ട് വീണുപോയി, കാല് മുറിഞ്ഞു കിടക്കുകയാ. അപ്പോഴാണ് തന്റെ ഇളയ മകനുണ്ടല്ലോ, അള്ളാഹു കൊടുത്ത ഏറ്റവും ഇളയ മകന് ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ടിട്ട് മരണപ്പെട്ടു പോയി. ബോധം തിരിച്ചു വന്നപ്പോ കുടുംബക്കാര് മുഴുവനും വൈദ്യന്മാരും അടുത്തുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, ഉറുവതങ്ങള് നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്, ഉറുവതങ്ങളെ ഏറ്റവും ഇളയ മകന് മരിച്ചുപോയി. ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. എല്ലാവരും അത്ഭുതത്തോടെ ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, 2 കാല് തന്നിട്ട് അല്ല ഒന്നല്ലേ എടുത്തുള്ളൂ, ഒന്നെനിക്ക് ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാഹ്, എന്റെ മക്കളിൽ അല്ലാഹു ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കി മക്കളെ എനിക്ക് അല്ലാഹു നൽകിയല്ലോ. അൽഹംദുലില്ലാഹ്. എന്ത് പറഞ്ഞാലും അൽഹംദുലില്ലാഹ് പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സഹാബി കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, യാ ഫുലാൻ. അവിടെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഹാലുക, നിന്റെ അവസ്ഥ എന്താണ്, സുഖമാണോ എന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അപ്പൊ തന്നെ ദുആ ചെയ്തു. കുറെ കഴിഞ്ഞൊരു ചെറുപ്പക്കാരൻ കേറി വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സുഖമാണോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, സുഖമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തില്ല. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ഇപ്പൊ തന്നെ ദുആ ചെയ്യണം. പ്രവാചകൻ പറഞ്ഞു, നീ അൽഹംദുലില്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. സുഖമാണോ എന്ന് ചോദിക്കുമ്പോ സുഖമാണെന്നല്ല പറയേണ്ടത്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ സ്തുതിച്ചിട്ടേ മറുപടി പറയാവൂ. അൽഹംദുലില്ലാഹ് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ? മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, തനിക്കൊരു പൊന്നുമോനുണ്ടായിരുന്നു. മകനോട് വല്ലാത്ത സ്നേഹമാണ്, വാപ്പയും മകനും വല്ലാത്ത സ്നേഹത്തിലാണ്. അവസാനം എന്റെ പ്രിയമുള്ളവരെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാ. അവസാനം യാത്ര തുടങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ പൊന്നുമോന് നീ നല്ലതുപോലെ നോക്കട്, എന്റെ പൊന്നുമോനെ നല്ലതുപോലെ നോക്കട് എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു യാത്ര തുടങ്ങുകയാ. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു, തന്റെ പൊന്നുമോന് പനി പിടിക്കുകയാണ്. എന്ത് മരുന്ന് കഴിച്ചിട്ടും പനി മാറുന്നില്ല, രോഗം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അവസാനം തന്റെ പൊന്നാര മകനങ്ങ് മരണപ്പെടുകയോ. വാപ്പ നാട്ടിലില്ല, ഉമ്മ മാത്രമാണുള്ളത്, ഉമ്മ മാത്രമാണുള്ളത്. തന്റെ പൊന്നുമകനും മരിച്ചു കിടക്കുകയാണ്. ഉമ്മ സുലൈ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നബിയേ എന്റെ പൊന്നുമോ പോയി നബിയേ, എന്റെ പൊന്നുമോ പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നാ ലില്ലാഹ്. അല്ലാഹുവിന്റെ പരീക്ഷണമാണ് മുസ്ലിം, അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, പടച്ചവന്റെ പരീക്ഷണമാ. അൽഹംദുലില്ലാഹ് പറ, അൽഹംദുലില്ലാഹ് പറ. സ്വന്തം മകൻ മരിച്ച വാർത്ത പോയി പറയുമ്പോ ക്ഷമിക്കെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവിനെ സ്തുതിക്കാ. നബിയെ അവിടെ നിന്ന് അൽഹംദുലില്ലാഹ് പറഞ്ഞു. നബിയെ ഭർത്താവ് നാട്ടിലില്ല, ഞാൻ എന്ത് ചെയ്യണം നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖബറടക്കാ. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ കുഞ്ഞിന്റെ ജനാസ ഖബറടക്കി. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു പാതിരാത്രി വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, കിടന്ന് കരയുകയാ. എന്തിനെന്നറിയോ? രാവിലെ ഭർത്താവ് യാത്ര കഴിഞ്ഞു മടങ്ങി വരികയാണ്. മോ മരിച്ചതറിഞ്ഞിട്ടില്ല, പൊന്നുമോ മരിച്ചുപോയ കാര്യം അറിഞ്ഞിട്ടില്ല. രാവിലെ ഭർത്താവ് വീട്ടിൽ കയറി വരുമ്പോ എങ്ങനെയാ പറയുന്നത്, എന്താണ് പറയേണ്ടത്? ഉമ്മു സുലൈം കടന്ന് കരയുകയാണ്. അവസാന സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ അതാ രാവിലെ പടച്ചവരെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. ഉമ്മു സുലൈം കുളി
കുളിച്ചൊരുങ്ങിയിട്ട് വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഭർത്താവ് വീട്ടിൽ വന്നു സലാം പറഞ്ഞു. വീടിന്റെ അകത്ത് കയറിയപ്പോഴ് എന്റെ മോനെ വിട്. ഉമ്മു സുലൈം പറഞ്ഞു, നമ്മുടെ പൊന്നുമകൻ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ. അല്ലാ, ഭർത്താവിനെ കടിക്കാൻ ഭക്ഷണം കൊടുത്തു, എല്ലാം ചെയ്തു കൊടുത്തു. അവസാനം ചിന്തിച്ചു, പടച്ചവനെ പോയിട്ട് ദിവസങ്ങളായി, എന്റെ ഭർത്താവിന് ആഗ്രഹമുണ്ടാകുമല്ലോ, സാധിച്ചു കൊടുക്കൽ എന്റെ കടമയാണല്ലോ. മകൻ മരിച്ച വാർത്ത മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് കിടപ്പറയിലേക്ക് ചെന്ന് കൊടുക്കുകയാണ്. ശാരീരികമായി ബന്ധപ്പെട്ടു. എല്ലാം കഴിഞ്ഞപ്പോ പഠിക്കടി പൊന്നുമോള്, ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ കുത്തുവാക്ക് പറയുന്ന, പരിഹസിക്കുന്ന, വേദനിപ്പിക്കുന്ന പെണ്ണ് സ്വന്തം മകൻ മരിച്ചു പോയിട്ട് പറഞ്ഞില്ല പെങ്ങള്. വീട്ടിൽ വരുന്ന ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുമെന്ന് കരുതിയിട്ട് അവസാനമെല്ലാം കഴിഞ്ഞു. നെഞ്ചത്ത് കടന്നിട്ട് ചോദിക്കുന്നു, അബൂ തൽഹ, ആരെങ്കിലും അമാനത്തായൊരു വസ്തു നമ്മുടെ കയ്യിൽ തന്നാ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? പെണ്ണെ, കൊടുക്കണമല്ലോ, അത് നമ്മുടെ കടമയാണല്ലോ, അത് നമ്മുടെ കടമയാണല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു മറുപടി പറയുമ്പോ ഉമ്മു സുലൈം കിടന്ന് കരയുകയാ. ഉമ്മു സുലൈം കിടന്ന് കരയുകയാ. എന്തിനാ കരയുന്നത്? തൽഹ, അല്ലാഹു അമാനത്തായി നമുക്ക് തന്ന നമ്മുടെ പൊന്നുമോന് അല്ലാഹു തിരിച്ചങ്ങെടുത്തു തൽഹ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയം പിടയുന്ന വേദനയോ. പൊന്നുമോ മരിച്ചുപോയെന്ന് കേൾക്കുമ്പോ വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്. വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാ. ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ? ഭാര്യ പറഞ്ഞില്ല എന്ന കാരണമാണ്. അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ പരാതിയെത്തി. ഇല്ല നബിയേ, ഇവളെന്നെ ചതിച്ചു നബിയേ, ഇവളെന്നോട് പറഞ്ഞില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, അബൂ തൽഹ, നിനക്കിതുപോലെ അല്ലാഹു ഒരു നല്ല ഭാര്യയെ നൽകിയില്ലേ? അവൾ നിന്നെ വേദനിപ്പിച്ചില്ലല്ലോ, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നല്ലോ. ഏറ്റവും കൂടുതൽ വേദന അവൾക്കല്ലേ? ക്ഷമിക്കബൂ തൽഹ, അൽഹംദുലില്ലാ പറ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിങ്ങൾക്കൊരു പൊന്നുമോനെ തരും, അല്ലാഹു ബർക്കത്ത് ചെയ്യും. പറഞ്ഞേക്കുകയാണ്. ഉമ്മു സുലൈം മാസങ്ങൾ കഴിഞ്ഞു ഗർഭിണിയായി. 9.5 മാസം കഴിഞ്ഞു. ഉമ്മു സുലൈം പ്രസവിക്കുകയാണ്. ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. പ്രസവം കഴിഞ്ഞപ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറയുന്നു, ഉമ്മു സുലൈം, പാല് കൊടുക്കല്ലേ, പാല് കൊടുക്കല്ലേ. ഓടിച്ചെന്ന് തന്റെ കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. നബിയേ, അല്ലാഹു എനിക്ക് സന്തോഷം നൽകി നബിയേ, എനിക്ക് പടച്ചവൻ സമ്മാനം നൽകി നബിയേ. ഓടിച്ചെന്നിട്ട് പ്രവാചകന്റെ കയ്യിൽ കൊടുത്തു. റസൂലുള്ളാഹി ബാങ്ക് ഇഖാമത്തും കൊടുത്തു. അബ്ദുള്ള എന്ന് പേരിട്ടു. പ്രവാചകൻ തന്നെ മദിരം കൊടുത്തു. അൽഹംദുലില്ലാഹ് പ്രതിഫലം കേൾക്കണ്ടേ? അൽഹംദുലില്ലാഹ് പ്രതിഫലം കേൾക്കണ്ടേ? ആ പൊന്നുമകൻ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. ആ പൊന്നുമോൻ ഹാഫിളായി. അൽഹംദുലില്ലാഹ് പ്രതിഫലം. റസൂലുള്ളാഹി ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു, പേരിട്ടു, മദിരം കൊടുത്തു. ആ പൊന്നുമോൻ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. അവിടെ യുവാവായി, വിവാഹം കഴിച്ചു. 11 മക്കൾ ജനിച്ചു. 11 മക്കളും ഹാഫിള എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ ഒരൽഹംദുലില്ലാഹ് പ്രതിഫലമാ, ഒരൽഹംദുലില്ലാഹ് പ്രതിഫലമാ. അതുകൊണ്ട് പ്രിയമുള്ളവര്, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് വിചാരണയില്ലാതെ കടന്നു പോകുന്ന 6 വിഭാഗത്തിൽ 3ാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹു ഒരു വേദന കൊടുക്കുമ്പോ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന മനുഷ്യർ വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്,
പാപ് അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് പ്രവാചകം പറയുമ്പോ നാലാമത്തെ വിഭാഗമാരോ അൽഫലാഹിന്റെ ചെറുപ്പക്കാരാ. പലരും നിന്നോട് ചോദിക്കും, നിനക്കൊന്നും വേറെ പണിയില്ലേടോ, ആവശ്യമില്ലാതെ എന്തിനാണ് ഇതൊക്കെ വലിച്ചു വെക്കുന്നത് എന്ന് നിങ്ങളോട് പലരും ചോദിക്കാറുണ്ടല്ലോ, കുറ്റപ്പെടുത്താറുണ്ടല്ലോ, കളിയാക്കാറുണ്ടല്ലോ, പരിഹസിക്കാറുണ്ടല്ലോ. പൊന്നുമോനെ, തളരല്ലടോ, പതറല്ലടോ. നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന നാലാമത്തെ വിഭാഗം നിങ്ങളാണ് മക്കളെ, നിങ്ങളാണ് ചെറുപ്പക്കാരാ. ആരാരുമില്ലാത്ത യതീമായ പാവപ്പെട്ട പെമ്മക്കള് 28, 30, 35 വീടിന്റെ അകത്തിരുന്ന് അല്ലാഹുവേ വിവാഹ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് കഴിയുന്ന പാവപ്പെട്ട മക്കൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുന്നവരാ. നിങ്ങൾക്ക് അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കൂ. വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംത്വരീറാ ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. അല്ലാഹ് പറഞ്ഞ പ്രതിഫലമാ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പ്രതിഫലമാ. പാപങ്ങളെ സഹായിക്കുന്നവര്, യതീമീങ്ങളെ സഹായിക്കുന്നവര്, യതീമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവര്, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവന് ഭക്ഷണം കൊടുക്കുന്നവർ, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നവർ, യതീമീങ്ങളെ സഹായിക്കുന്നവർ, പാവപ്പെട്ട പെമ്മക്കളെ കെട്ടിക്കാൻ കൊടുക്കുന്നവർ, പടച്ചവനെ രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നവർ, ആരാരുമില്ലാത്തവർക്ക് താങ്ങും തണലുമാകുന്ന മുസ്ലിമേ, നിന്നെ അല്ലാഹു നാളെ പരലോകത്ത് രക്ഷിക്കും ചെറുപ്പക്കാരോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, സംഘാടകര ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരികയാ. ഓടേണ്ടവർ കോടാ, കൈകെട്ടേണ്ടവർ കൈകെട്ടിയിരിക്കേണ്ടവർക്ക് ഇരിക്കാ, ഉറക്കം നടിക്കുന്നവർക്ക് നടിക്കാ. പ്രതിഫലം കേട്ടു. ഈ മനസ്സറിഞ്ഞുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സദക്ക കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അസ്സദഖത്തു റത്തുൽ ബലാ. താങ്ങാൻ കഴിയാത്ത വേദന, എന്തെങ്കിലും ഒരു വിപത്ത് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടി മാറ്റാൻ സദക്കയ്ക്ക് കഴിയും. ബാപ്പോ, നിന്റെ കൈ മുറിച്ചു മാറ്റാ, നിന്റെ കാല് മുറിച്ചു മാറ്റാ, നിന്റെ കിഡ്നി തകർക്കാ, നിന്നെ അല്ലാഹുവേ ക്യാൻസർ രോഗിയാക്കാ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കറിയുമോ അതിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയോ? അത് തട്ടി മാറ്റാൻ സദക്കയ്ക്ക് കഴിയും, അത് തട്ടി മാറ്റാ സദക്കയ്ക്ക് കഴിയും. ഇത് പാവങ്ങൾക്ക് വേണ്ടിയോ, ആരാരുമില്ലാത്തവർക്ക് വേണ്ടിയോ, ഇവർക്ക് തിന്നാനല്ലോ, അവരുടെ കുടുംബക്കാർക്കല്ലോ, അവരുടെ പെങ്ങന്മാർക്കല്ലോ, ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയാണ്. മാർച്ച് 25 വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഒരു പാവപ്പെട്ട പൊന്നുമോക്ക് വേണ്ടിയാ. കഴിയുവോ മുസ്ലിമേ, കഴിയുവോ മുസ്ലിമേ? അല്ലാഹുവേ, ബക്കറ്റ് മുന്നിലേക്ക് കടന്നു വരുമ്പോ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക ഇട്ടോ. അല്ലാ, ആരെല്ലാം ഒരു നല്ല സദക്ക കൊടുക്കുന്നോ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ. ഏതെങ്കിലും ഒരു മാരക രോഗത്തിന്റെ അണുക്കള് ഇവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ലാ. ഈ സദക്ക കൊടുക്കുന്നവർക്ക് മരിക്കുന്ന കാലത്തോളം ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ അല്ലാ. വെള്ളിയാഴ്ച പിരിവെടുത്തിട്ട് സംഘടനകളുടെ ഓഫീസിന്റെ മുന്നില്, പള്ളിയുടെ മുന്നില്, പണക്കാരന്മാരുടെ വീടിന്റെ മുന്നില് പോയി യാചിച്ചിട്ട് കുടുംബത്തെ പോറ്റേണ്ട ഒരു ഗതികേട് ഇവർക്ക് കൊടുക്കല്ലേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ.